ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് മഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു അടിപൊളി ടീ ടൈം സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ വട എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മീഡിയം സൈസുള്ള പൊട്ടറ്റോ നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഇതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു തരി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണ ഒരു സബോള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും ചോപ്പ് ചെയ്തത്. പിന്നെ ഞാനിതിലോട്ടിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യണത്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കായം പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊട്ടറ്റോയിലെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കയ്യിലും ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതിൽ നിന്ന് ഒരു ബോൾ പോലെ എടുക്കുക. എന്നിട്ടിത് മറ്റേ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ല ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ വിരൽ വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വട തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓരോ വടകളായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഇടണ്ട, ഒരു 3-4 ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ വടയുടെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് എണ്ണ കയറും. ഈ പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി ഉള്ളിൽ കുക്കായതുകൊണ്ട് നമുക്ക് പുറത്തെ ലെയർ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം.